കൊച്ചിയിലെ ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റിലെ താമസക്കാരോട് ഓഗസ്റ്റ് 31-നകം ഒഴിയാൻ നിർദ്ദേശിച്ചു. ബി ആൻഡ് സി ടവറുകൾ ബലക്ഷയത്തെ തുടർന്ന് പൊളിക്കുന്നതിന് മുന്നോടിയായാണ് തീരുമാനം. താമസക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് കളക്ടർ NSK ഉമേഷ് വ്യക്തമാക്കി. 3 കാര്യങ്ങളാണ്. ഒന്ന് എവാക്വേഷൻ, പിന്നെ ഡെമോളിഷൻ, പിന്നെ റീകൺസ്ട്രക്ഷൻ. സോ ഈ കാര്യങ്ങളിലെല്ലാം മാക്സിമം വ്യക്തത നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിയന്തരമായിട്ട് ഫസ്റ്റ് ലെവലിൽ ചെയ്യേണ്ടത് ഈ റെന്റ് എമൗണ്ട്. ഇപ്പോൾ കോടതി ബി ടവറിലുള്ള 30,000, സി ടവർ 35,000 ഫിക്സ് ചെയ്ത് ഓർഡറിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എത്ര പേർക്കാണ് റെന്റ് എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ റെസിഡൻസ് അസോസിയേഷന് നമുക്ക് തരും. അത് അടിസ്ഥാനത്തിൽ നമ്മൾ AWHക്ക് കൊടുത്തിട്ട് ഉടനെ തന്നെ ഈ എമൗണ്ട് ആ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സിലേക്ക് മാറാനുള്ള നടപടി അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ സ്വീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻമരിയ സണ്ണിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആൻമരിയ, ഈ ഫ്ളാറ്റ് നിവാസികൾ ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെ നേതൃത്വത്തിൽ ചേർന്ന ആ തീരുമാനം അല്ലെങ്കിൽ ആ യോഗത്തിലെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? തുടർ നടപടികളോട് ഈ ഫ്ളാറ്റ് നിവാസികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഗോകുല കുറച്ച് നാളുകളായിട്ട് നിലനിൽക്കുന്നതാണ് ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില തർക്കങ്ങൾ അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എറണാകുളം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള യോഗങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിരന്തരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ യോഗങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് കോടതി നിർദ്ദേശപ്രകാരം ഫ്ളാറ്റ് പൊളിക്കണം എന്ന് തന്നെയുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം വീണ്ടും യോഗങ്ങൾ ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇപ്പോൾ നിലവിലൊരു തീരുമാനം വന്നിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് 31-നകം ഈ താമസക്കാരോട് ഒഴിയണമെന്നാണ് ഇപ്പോൾ കളക്ടർ തീരുമാനം നൽകിയിരിക്കുന്നത്. ആ 31-നകം ആ താമസക്കാർ അവിടെ നിന്ന് ഒഴിയണം. അതിനുശേഷമായിരിക്കും വീണ്ടും യോഗം ചേരും. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ താമസക്കാർക്ക് റെന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കും. ചെറിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ആശങ്കകളെല്ലാം ഈ ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്നു. മരട് ഫ്ളാറ്റ് പൊളിച്ച അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഈ ആർമി ഫ്ളാറ്റ് പൊളിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചില ഒരു ആശയക്കുഴപ്പങ്ങൾ, അത് സാങ്കേതികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അധികൃതരുടെ നേതൃത്വത്തിലെല്ലാം ഈ ഫ്ളാറ്റ് സന്ദർശിച്ച് അവിടുത്തെ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗങ്ങളും ചേർന്നിട്ടുണ്ട്. ഇനി ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു പ്രതികരണം കൂടി വരാനായിട്ടുണ്ട്. കാരണം യോഗങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ചേരും. അതിന് ശേഷമായിരിക്കും കൃത്യമായിട്ടുള്ളൊരു തീരുമാനം വരിക. എന്തായാലും ഓഗസ്റ്റ് 31-നകം ഈ താമസക്കാരോട് ഒഴിയണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഗോകുൽ. ശരി, ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.